ഗുഡ് ഈവനിങ് ഹെസ്റ്റൽ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? എഫിഷ്യൻസി ആയിരുന്നു അല്ലെ? സോ എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പൊ അടുത്തത് നോക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ ലൈക്ക് വാട്ട് വി കോൾ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷീൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മെഷീൻസിൽ നമുക്ക് എന്താ പറയുന്നതെന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മെഷീൻസ്. ഫസ്റ്റ് വൺ, എഫേർട്ട് പോയിന്റ്. എന്താണ് എഫേർട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ? എ പോയിന്റ് അറ്റ് വിച്ച് എനർജി ഈസ് സപ്ലൈ ടു എ മെഷീൻസ് ബൈ അപ്ലൈയിങ് എഫേർട്ട്. അതായത് ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു, ഒരു മനുഷ്യൻ ലൈക്ക് ഒരു പേഴ്സൺ ഇവിടെ നിൽക്കുന്നു, അയാൾ എന്ത് ചെയ്യുക, ഒരു വലിയ റോക്ക് എടുക്കണം. ആ റോക്കിനെ അയാൾക്ക് എടുക്കാം, കൈകൊണ്ട് എടുക്കാം. സെക്കൻഡ് വൺ, അയാൾ കയ്യിലൊരു മെറ്റൽ റോഡ് അതിൽ വെച്ചിട്ട് കൊടുക്കുന്നു. അയാളുടെ കൈ അപ്പൊ ഈ മെറ്റൽ റോഡിലാണ്. അപ്പൊ അയാൾ കൊടുക്കുന്ന എഫേർട്ട് പോയിന്റ്, അയാളുടെ ഫോഴ്സ് കൊടുക്കുന്ന എവിടാ? ഇവിടെയാണ്. അയാളുടെ കൈ എവിടെ വെച്ച് പ്രസ് ചെയ്യുന്നത്, അതാണ് എഫേർട്ട് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലോഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലോഡ് എന്ന് പറഞ്ഞാൽ ഈ കല്ല, ആ കല്ലിന്റെ അടിഭാഗത്താണ് അതിന്റെ ലോഡ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു മെറ്റൽ പീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ ലോഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലാണ് ലോഡ്. മനസ്സിലായല്ലോ? എഫേർട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എവിടാണോ ആദ്യം വീഴുന്നത്, അതാണ് എഫേർട്ട് പോയിന്റ്. ലേറ്റർ ഓൺ ദ ലോഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടാണോ ലോഡ് ഇരിക്കുന്നത്, ആ ലോഡ് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ലൈക്ക് എന്തെങ്കിലും ഒരു മെഷീൻ യൂസ് ചെയ്യുന്ന, ആ മെഷീൻ എവിടാണോ ടച്ച് ചെയ്യുന്നത് അതാണ് അതിന്റെ ലോഡ് പോയിന്റ് എന്ന് പറഞ്ഞത്. അവിടെ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് എഫേർട്ട് പോയിന്റ്, ലോഡ് പോയിന്റിന്റെ ഡെഫിനിഷൻസ് മാത്രം ഓർത്ത് ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പം നമ്മളിങ്ങനെ ലോഡും എഫേർട്ടും ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വർക്കിലോട്ട് മാറത്തില്ല. യൂഷ്വലി നമ്മളിപ്പോൾ എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ പഠിച്ചു. അപ്പം ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ കംപ്ലീറ്റ്ലി നമുക്ക് ഒരിക്കലും ഒരു എക്സാം ഷീറ്റിലേക്ക് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലേ? അപ്പൊ അതിൽ നമ്മുടേതായ ചില ടെക്സ്റ്റ് ബുക്കിലെ വേർഡുകളൊക്കെ നമ്മൾ ഒമിറ്റ് ചെയ്തിട്ട് നമ്മുടേതായ വേർഡ്സുകൾ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു. സോ അപ്പം ഒരിക്കലും നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ്ലി നമുക്ക് എക്സാക്ട് സെറോക്സ് കോപ്പി ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. ബട്ട് നമ്മൾ നമ്മുടേതായ വേർഡ്സിൽ യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇപ്പം അപ്പൊ നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ്ലി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ. അതുപോലെയാണ് ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ. കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയി ഒരു കറി കഴിച്ചു, എന്തെങ്കിലും ഒരു ലൈക്ക് ചിക്കൻ കറി കഴിച്ചു, അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും അത് ഏറെക്കുറെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചതിനേക്കാൾ നല്ല ടേസ്റ്റിലാവും, അല്ലെങ്കിൽ അതൊക്കെ മോശമാവും. എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും ടേസ്റ്റ് കിട്ടത്തില്ല. സോ അതുപോലെ തന്നെയാണ് ഒരു വർക്ക് ചെയ്തത്. ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 100% ഡെഡിക്കേഷനിൽ ചെയ്തു കഴിഞ്ഞാലും അവിടെ എപ്പോഴും വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടാകും. അപ്പം യൂസ്ഫുൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും. അതാണ് യൂസ്ഫുൾ വർക്ക് ഓൾവേസ് ലെസ് ദാൻ ദ ഇൻപുട്ട് വർക്ക്. ഇൻപുട്ട് വർക്കിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും യൂസ്ഫുൾ വർക്ക് എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് വർക്ക് കണ്ടുപിടിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പോയിന്റ് വേർ ദ എഫേർട്ട് ആക്ട്. അതായത് ഒന്നുമില്ല, എഫേർട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എഫേർട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇൻപുട്ട് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഔട്ട്പുട്ട് എനർജി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ലൈക്ക് ഔട്ട്പുട്ട് എനർജി കണ്ടുപിടിക്കുന്നത്. അത്രയും ഓർത്തിരിക്കുക. ദെൻ ഐഡിയൽ മെഷീൻ ആൻഡ് ആക്ച്വൽ മെഷീൻ എന്ന് പറഞ്ഞ രണ്ട് ടോപ്പിക് ഉണ്ട്. പേരിൽ തന്നെ അറിയാം, ഐഡിയൽ മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100% വർക്ക് ചെയ്യുന്നു, 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നു. അവിടെ ഒരു വേസ്റ്റേജ് ഓഫ് ലൈക്ക് മാർക്കോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു എനർജി കൊടുക്കുന്നു, അവിടെ വേസ്റ്റേജ് ഓഫ് എനർജി അല്ലെ ലോസ് ഓഫ് എനർജി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എനർജി ലോസ് ആകാൻ അതായത് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ആ മെഷീന് പറയുന്ന പേരാണ് ഐഡിയൽ മെഷീൻ. ഇത് അങ്ങനെ റെയർലി, അതായത് ഇപ്പൊ 1000 മെഷീൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 1 മെഷീൻ അങ്ങനെ ആയാലായിനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരിക്കലും ഒരു മെഷീൻസ് ഇല്ല. ആൻ ഐഡിയൽ മെഷീൻ ഈസ് ദാറ്റ് ഇൻ വിച്ച് ദർ ഈസ് എ നോ ലോസ് ഓഫ് എനർജി ഇൻ എനി മാനർ. അതായത് അവിടെ ഒരു എനർജിയും ലോസ് ഇല്ല. അപ്പൊ അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 100%, അതായത് വർക്ക് ഔട്ട്പുട്ട് ഈക്വൽ ടു വർക്ക് ഇൻപുട്ട്. എത്ര ആണോ, അതായത് നമ്മൾ എത്ര ഇൻപുട്ട് എത്രയാണോ അത്ര തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈക്വൽ ആണ്. അപ്പൊ ഈ എഫിഷ്യൻസി വാല്യൂ ഈക്വൽ ടു 1 ആണ്. അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. അത് 100%. ഇങ്ങനെ ഒരു മെഷീൻസ് ലോകത്ത് 1% കാണത്തുള്ളൂ, അല്ലെങ്കിൽ 0.5% കാണത്തുള്ളൂ.
ബട്ട് ആക്ച്വൽ മെഷീൻ നമുക്കറിയാം, ആക്ച്വൽ മെഷീൻ റിയൽ ലൈഫ് മെഷീൻസ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആക്ച്വൽ മെഷീൻസുകളാണ്. ഇൻ ആക്ച്വൽ മെഷീൻ ദ ഔട്ട്പുട്ട് എനർജി ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഇൻപുട്ട് എനർജി. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ദ ഔട്ട്പുട്ട് എനർജി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ കുറവായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എനർജി. ചിലർ കുട്ടികൾ പറയുന്നില്ല ഞാൻ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിച്ചു പക്ഷെ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയില്ല. അത് ആക്ച്വൽ മെഷീന്റെ പോലെയാണ്, അത് ആക്ച്വൽ റിസൾട്ട് ആണ്. ആ കുട്ടി സിൻസിയർ ആയിട്ട് ചെയ്തു, അതിന് കോപ്പി അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഇസ് ആൻ ആക്ച്വൽ മാർക്ക്. So output energy is always less than the input energy. Efficiency of actual machine is always less than 100%. 100% താഴെയായിരിക്കും എപ്പോഴും ആക്ച്വൽ മെഷീന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. 100% ഒരു മെഷീന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർത്ഥം അതൊരു ഐഡിയൽ മെഷീനാണ്. 100% താഴെയാണ് ആ മെഷീന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ആക്ച്വൽ മെഷീനാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ എഫിഷ്യൻസി വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ബിക്കോസ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബൾബ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജീനെ നമുക്ക് ആ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്? ലൈറ്റ് എനർജി ആയിട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് ആ ബൾബ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അതിലൊരു ചെറിയ ചൂടുണ്ട്, അപ്പൊ അത് ഹീറ്റ് എനർജി ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഈ ലൈറ്റ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്, റൈറ്റ്? അപ്പൊ ഹീറ്റ് എനർജി എന്ത് ചെയ്യാൻ നമുക്ക് യൂസ് ഉണ്ടോ? ഹീറ്റ് എനർജി നോ യൂസ്. അതൊരു വേസ്റ്റേജ് ഓഫ് എനർജിയാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആക്ച്വൽ മെഷീൻ. ബൾബ് നമ്മൾ യൂസ് ചെയ്യുന്ന ബൾബ്, റൈറ്റ്? സോ അവിടെ എന്ന് വെച്ചാൽ കൊടുക്കുന്ന ഔട്ട്പുട്ട്, കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കൊടുത്ത ഇൻപുട്ടിനേക്കാൾ കുറവായിരിക്കും. മനസ്സിലായോ? പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഫിഷ്യൻസി, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് MA ആൻഡ് വെലോസിറ്റി റേഷ്യോ. നമ്മൾ എന്താണ് എഫിഷ്യൻസി എന്ന് പഠിച്ചു, അതുപോലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് പഠിച്ചു, വെലോസിറ്റി റേഷ്യോ എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു അല്ലെ. അപ്പം ഇതൊരു ഡെറിവേഷൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ജസ്റ്റ് ഈ ചാപ്റ്ററിൽ ഈ ഒരു ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ, അതൊന്ന് ഓർത്തിരിക്കുക. ഞാനിപ്പോൾ എഴുതാം. ഫസ്റ്റ് വൺ DE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എഫോർട്ട് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എഫോർട്ട്. DL അപ്പോഴെന്തായിരിക്കാം? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലോഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ലോഡ് ആണ്, റൈറ്റ്? എങ്കിൽ എഫിഷ്യൻസി നമുക്കറിയാം എങ്ങനെയായിരുന്നു? വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട്. വർക്ക് ഔട്ട്പുട്ട് ഈക്വൽ ടു വർക്ക് ഇൻപുട്ട് ആണ്. ഇനി ഇതിൽ വർക്ക് ഇൻപുട്ടും വർക്ക് ഔട്ട്പുട്ടിന് സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ ഒരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു അല്ലെ. വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. വർക്ക് ഇൻപുട്ട് ആയിരുന്നു. വർക്ക് ഇൻപുട്ട് ഈക്വൽ ടു എഫോർട്ട് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, റൈറ്റ്? effort into displacement of effort, right? അപ്പൊ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? E into DE എന്ന് എഴുതാം, റൈറ്റ്? Then work output എങ്ങനെ ആയിരിക്കും? work output equal to load into displacement of load. അപ്പൊ ഇതെങ്ങനെ എഴുതാം? L into DL എന്ന് എഴുതാം, റൈറ്റ്? അപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ഈറ്റ വാല്യൂ ആയിട്ടുള്ള ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എന്താ വർക്ക് ഔട്ട്പുട്ടിന്റെ വർക്ക് ഇൻപുട്ടിന്റെയും ഈ ഇക്വേഷൻ വണ്ണിന്റെ അകത്തോട്ട് നമുക്ക് ഇവരെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 1 എങ്ങനെ വരുമോ ഞാൻ കാണിച്ചു തരാം. സോറി, ഇക്വേഷൻ 1 അപ്പൊ എങ്ങനെ വരും? ഈറ്റ ഈക്വൽ ടു വർക്ക് ഔട്ട്പുട്ട് അല്ലേ. വർക്ക് ഔട്ട്പുട്ട് നമുക്ക് എന്തായിരുന്നു? L ഇൻറ്റു DL ആയിരുന്നു. വർക്ക് ഇൻപുട്ട് എങ്ങനെയായിരുന്നു? E ഇൻറ്റു DE ആയിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ഇവര് രണ്ട് കമ്പോണന്റ് L ബൈ E ഇൻറ്റു DL ബൈ DE എന്നാക്കാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് L ബൈ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? L ബൈ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ഓർമ്മയുണ്ടോ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്നാണ് MA എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് DE ബൈ DL എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചത്? VR, വെലോസിറ്റി ഗ്രേഡിയന്റ്. പക്ഷെ ഇവിടെ DL ബൈ E എന്ന ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ റെസിപ്രോക്കൽ അതായത് DL ബൈ DE എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VR കിട്ടും, റൈറ്റ് അല്ലെ? ഇങ്ങനെ എഴുതാം. പക്ഷെ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക അവിടെ? അയ്യോ സോറി,
അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പാരാമീറ്ററിനെ നമ്മൾ എങ്ങനെ എഴുതാൻ പോവുക, നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ എഴുതാൻ പോകും. ഇപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് DE/DE അല്ലേ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, DL/DE അല്ലേ. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 1/VR എന്ന് എഴുതത്തില്ലേ, 1/VR എന്ന്. സോ നമ്മൾ അവിടെ 1/VR എന്ന് എഴുതി. അതായത് എഫിഷ്യൻസി ഈക്വൽ ടു MA/VR എന്ന് എഴുതി. മനസ്സിലായോ? MA/VR എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ വാല്യൂ ഒന്ന് എടുത്തേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, MA/VR എന്നാണ്. എങ്കിൽ MA ഈക്വൽ ടു എന്തായിരിക്കും, ഇവ രണ്ടും കൂടെ ഇൻഡ്യൂ ചെയ്യാം. അതായത് ഈറ്റ ഇൻറ്റു VR ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇൻറ്റു വെലോസിറ്റി റേഷ്യോ ആണ്. എഫിഷ്യൻസി ഇൻറ്റു വെലോസിറ്റി റേഷ്യോ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതി പഠിക്കണം. വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്, പക്ഷെ എഴുതി പഠിച്ചേ പറ്റും. ദെൻ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്, മെഷീൻ ഈസ് ഡ്രിവൺ ബൈ 100 kg മാസ് ദാറ്റ് ഫോൾസ് ഓൺ 8 meter in 4 seconds. അതായത് ഒരു മെഷീൻ എന്ത് ചെയ്തു, 100 kg മാസ് ഉള്ള ഒരു വസ്തുവിനെ 100 kg മാസ് ഉള്ള ഒരു വസ്തു 8 മീറ്റർ നീളത്തിൽ വന്ന് വീണിരിക്കുക. അത് 4 സെക്കൻഡിലാണ് വന്ന് വീണത്. ഇറ്റ് ലിഫ്റ്റ് എ ലോഡ് ഓഫ് മാസ്. അതിൽ എത്ര മാസ് പൊക്കാൻ പറ്റും, 500 kg വെർട്ടിക്കലി മുകളിലോട്ട് 500 kg പൊക്കാൻ പറ്റും. ടേക്കിംഗ് ഗ്രാവിറ്റി, അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 meter per second ആണ്. എങ്കിൽ കാൽക്കുലേറ്റ്, എന്തൊക്കെ കാൽക്കുലേറ്റ്, നമുക്ക് 5 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, എഫേർട്ട് എക്സർട്ടഡ് ബൈ ദ ഫോളിംഗ് മാസ്. അതായത് അവിടെ വീണ ആ മാസ് അപ്ലൈ ചെയ്ത ഫോഴ്സ് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ബൈ ദ ഫോളിംഗ് മാസ് ഇൻ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ബൈ 8 meter. 8 മീറ്റർ വന്നപ്പം ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നെങ്കിൽ അവിടുത്തെ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൂന്നാമത്തേത്, പവർ ഇൻപുട്ട് ടു ദ മെഷീൻ. ആ മെഷീൻസിന്റെ എന്തേലും പവർ അതെടുത്തു, ആ മെഷീൻ ഇൻപുട്ട് ടൈമില് എത്ര പവർ എടുത്തു. ദെൻ പവർ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ എഫിഷ്യൻസി 60% അതിന്റെ പവർ ഔട്ട്പുട്ട് എത്രയായിരിക്കും. ദെൻ മൂന്നാമത്തത്, ദ വർക്ക് ഡൺ ബൈ ദ മെഷീൻ ഈസ്, അത് 4 സെക്കൻഡിൽ ആ മെഷീൻ എത്ര വർക്ക് ചെയ്തു. ഇങ്ങനെ ഓരോന്നും നമ്മൾ കാണാൻ പോവാം. അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങള്, മാസ് 100 kg ആണ്, ഡിസ്പ്ലേസ്മെന്റ് 8 meter ആണ്, ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് ആണ്, ലോഡ് 500 kg അപ്വേർഡ് ലിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു, ഗ്രാവിറ്റേഷൻ 10 meter per second ആണെന്നും പറഞ്ഞു. ഇത്രയാണ്. ഫസ്റ്റ് വൺ, ഫോഴ്സ് കണ്ടുപിടിക്കാം അല്ലെ, അവിടെ ഉണ്ടായിട്ടുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാം. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. പക്ഷെ ഇവിടുത്തെ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg ആയിട്ട് എടുക്കാം അല്ലെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു, ഫോഴ്സ് ഈക്വൽ ടു mg ആണ്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ 100 ആണ്, g 10 ആണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടി, 1000 ന്യൂട്ടൺ ആണ് ഫോഴ്സ് എന്ന് കിട്ടും. എങ്കിൽ അവിടെ ചെയ്തിട്ടുള്ള വർക്ക് ഡണ്ണും കൂടെ കണ്ടുപിടിക്കണം. അതായത് 8 മീറ്റർ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ ഉണ്ടായ വർക്ക്, അതായത് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സിന്റെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 1000 ന്യൂട്ടൺ ആണ് എന്ന്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് 8 മീറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 800 ജൂൾ ആണെന്ന് കണ്ടുപിടിച്ചു. ദെൻ പവർ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ്, വർക്ക് ബൈ ടൈം ആണ്. വർക്ക് നമ്മളിപ്പോ കണ്ടുപിടിച്ചു 800 ജൂൾ, ടൈം ഓൾറെഡി തന്നിട്ടുണ്ട് 4, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 2000 വോൾട്ട് എന്ന് കിട്ടുന്നു. ദെൻ ഒരു കണ്ടീഷൻ തന്നേക്കാം, എഫിഷ്യൻസി വാല്യൂ 60% ആണെങ്കിൽ അവിടുത്തെ പവർ ഔട്ട്പുട്ട് എത്രയാണ്. അപ്പൊ പവർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ അതായത് ന്യൂ വാല്യൂ, അതായത് എഫിഷ്യൻസി വാല്യൂ ഉണ്ട്, പവർ ഇൻപുട്ടും ഉണ്ട് അല്ലെ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഈറ്റ ഈസ് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ബൈ പവർ ഇൻപുട്ട്. നമ്മുടെ കയ്യിൽ ഇൻപുട്ടും ഉണ്ട്, ഈറ്റയുടെ വാല്യൂ ഉണ്ട്. സോ അവർ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഔട്ട്പുട്ട് കിട്ടും, റൈറ്റ്. 0.6 ആയിരുന്നു നമുക്ക് അതിന്, ഞാൻ 60% 100 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ അത് 0.6 ആക്കി. 0.6 ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ബൈ 2000 ആണ് എങ്കിൽ നമ്മുടെ വാല്യൂ ഇങ്ങനെ വരും, 2000 ഇൻറ്റു 6/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിൽ 0.6 അല്ലേ. 0.6 ഞാൻ ഡിവൈഡ് ബൈ 10 വന്നപ്പോൾ ആ പോയിന്റ് അങ്ങ് മാറ്റും. അങ്ങനെ നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ 0.5 മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്, അതിന് 0.5 നമുക്ക് 5/10 എന്ന് എഴുതാം.
ത്രീനെ നമുക്ക് എങ്ങനെ എഴുതാം? 3/10 എന്ന് എഴുതാം. അങ്ങനെ അത് മാത്സിലുള്ള ജനറൽ റൂളാണ്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? 0.6നെ 6/10 എന്ന് എഴുതിയപ്പോൾ സീറോയും സീറോയും ക്യാൻസൽ ചെയ്തു. ദെൻ 200 × 6 എന്ന് പറഞ്ഞാൽ 1200 വോൾട്ട് എന്ന് പറഞ്ഞിട്ട്. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദ മിഷൻ ചെയ്ത വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ അറിയാം പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ? വർക്ക് ബൈ ടൈം. അതിൽ ടൈം വർക്ക് കണ്ടുപിടിക്കണം. പവറും ടൈമും കയ്യിലുണ്ട്, അവർ രണ്ടുപേരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പവർ ഇൻറ്റു ടൈം. സോ പവർ ഔട്ട്പുട്ട് ഇൻറ്റു പവർ ഔട്ട്പുട്ട് എത്രയാണ് ചെയ്യുന്നത്? പവർ ഔട്ട്പുട്ട് ഇൻറ്റു ടൈം. പവർ ഔട്ട്പുട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 1200. 1200 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 4800, അതായത് 4800 ജൂളാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ വളരെ ചെറുതാണ്. ഇതിനകത്ത് ന്യൂമറിക്കൽസ്, അതായത് എഫിഷ്യൻസി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസും ഈ ഒരു ഇതും ഒന്ന് ഓർത്ത് ഇതിനകത്ത് കുറച്ച് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. അത് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രലി ഈസി ആയിട്ട് കിട്ടും. ദെൻ ആ ഡെറിവേഷൻസുകൾ ഇത്രയും ഓർത്തിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് റീസൺ ഫോർ എന്താണ് നമ്മൾ പഠിച്ചല്ലോ, എന്താണ് ഫോഴ്സ് മൾട്ടിപ്ലർ, ഗെയിൻ, സ്പീഡ് എന്ന് പറഞ്ഞ 4 പോയിന്റ്. ആ 4 പോയിന്റ് ഓർത്തിരിക്കുക. അതിന് ഓരോ എക്സാമ്പിളുകൾ ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ.